IPL-ൽ മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീടത്തിലേക്ക് നയിച്ച നായകനാണ് രോഹിത് ശർമ്മ. എന്നാൽ 2024 സീസണിന് മുൻപ് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി മുംബൈ ഇന്ത്യൻസ് ഞെട്ടിച്ചിരുന്നു. രോഹിത്തിനെ മാറ്റി ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെയാണ് അവർ പുതിയ ക്യാപ്റ്റനാക്കിയത്. ഇത് ആരാധകർക്കിടയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. സമൂഹ മാധ്യമങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിനെതിരെ ആരാധകർ ആഞ്ഞടിച്ചു. ഹർദിക്കിന് കീഴിൽ കളിച്ച ആദ്യ സീസണിൽ അവസാന സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തതും ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. ഇതോടെ അടുത്ത സീസൺ മുതൽ രോഹിത് മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നു. എന്നാൽ മെഗാ താരലേലത്തിന് മുന്നോടിയായി തന്നെ മുംബൈ ഇന്ത്യൻസ് രോഹിത്തിനെ നിലനിർത്തിയിരുന്നു. അതേസമയം ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച 2024 സീസണിൽ പ്രകടനം ദയനീയമായെങ്കിലും അദ്ദേഹത്തെ നായക സ്ഥാനത്ത് നിലനിർത്താൻ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ തീരുമാനം. എന്നാൽ 2025 സീസണിലെ ആദ്യ മത്സരത്തിൽ ഹർദിക്കിന് പകരം മറ്റൊരാളാകും മുംബൈയെ നയിക്കുക എന്നുറപ്പാണ്. വിലക്കിനെ തുടർന്ന് ഹർദിക്കിന് സീസണിലെ ആദ്യ കളി നഷ്ടമാകുന്നതാണ് ഇതിന് കാരണം. 2024 സീസൺ IPL-ലെ അവസാന ലീഗ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസ് ആയിരുന്നു ഈ കളിയിൽ മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളികൾ. 2024 സീസണിൽ മുംബൈ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്ന മൂന്നാമത്തെ കളിയായിരുന്നു അത്. IPL നിയമപ്രകാരം ഒരു ടീം ഒരു സീസണിൽ 3 തവണ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തിയാൽ ആ ടീമിൻ്റെ ക്യാപ്റ്റന് 30 ലക്ഷം പിഴയും ഒരു കളിയിൽ നിന്ന് വിലക്കുമാണ് ശിക്ഷ. ഇതാണ് 2025 സീസണിലെ ആദ്യ മത്സരം ഹർദിക്കിന് നഷ്ടമാകാൻ കാരണം. 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം ബദ്ധവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിന് എതിരെയാണ്. മാർച്ച് 23-ന് ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മത്സരം. ഹർദിക് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു ക്യാപ്റ്റന് കീഴിലാകും മുംബൈ ഈ മത്സരം കളിക്കുക. ഇതോടെയാണ് രോഹിത് ശർമ്മ വീണ്ടും മുംബൈ ഇന്ത്യൻസിന്റെ നായകനാവാനുള്ള സാധ്യതകൾ ഉയരുന്നത്. ചെന്നൈക്കെതിരായ കളിയിൽ രോഹിത് മുംബൈയുടെ നായക സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ ആരാധകർ അത് വലിയ ആഘോഷമാക്കുമെന്നത് ഉറപ്പാണ്. അതേസമയം രോഹിത്തിന് പുറമെ മറ്റ് 2 താരങ്ങൾക്കും മുംബൈ ക്യാപ്റ്റനാകാൻ സാധ്യതകളുണ്ട് എന്നതും ശ്രദ്ധേയം. ഇന്ത്യൻ T20 ടീമിന്റെ നായകനായ സൂര്യകുമാർ യാദവും സീനിയർ പേസർ ജസ്പ്രീത് ബുംറയുമാണ് ഇത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് IPL മാച്ചിന്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടത്. മാർച്ച് 22-നാണ് ആദ്യ മത്സരം. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. മെയ് 25-ന് നടക്കുന്ന ഫൈനലും ഈഡൻ ഗാർഡൻസിലാണ്. 13 വേദികളിലായി 65 ദിവസങ്ങളിലായി 74 മത്സരങ്ങൾ നടക്കും. എന്തായാലും IPL മാമാങ്കം ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ഇഷ്ട ടീമുകൾ കപ്പടിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഓരോ IPL ആരാധകരും.